ഹായ് ഡിയേഴ്സ്, ഒപ്പം സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് കളക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് പുതിയ വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. റിംസിം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽ കൊണ്ടുവന്നിട്ടുണ്ട്. 320ൻ്റെ അജ്രക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഇതുപോലത്തെ റണ്ണിങ് മെറ്റീരിയൽ, നൈറ്റിയുടെ തന്നെ റണ്ണിങ് മെറ്റീരിയലാണ്. 36 ഇഞ്ച് വിഡ്ത്ത് വരുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ബാട്ടിക്കിൻ്റെ തന്നെ പല ഡബിൾ ബാട്ടിക്ക് ഹെവി, സിംഗിൾ ബാട്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഷോൾ വിത്ത് നൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ കലങ്കാരി മെറ്റീരിയൽസും കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണാനായിട്ട് വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 3 കളറിൻ്റെ റണ്ണിങ് മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് 3 മീറ്റർ വെച്ച് കട്ട് ചെയ്തിട്ടാണ് ഞാൻ തരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 185 അതെനിക്ക് കൂടുതലായിട്ട് തോന്നുന്നില്ല. ഞാനൊരു ഹോൾസെയിൽ പ്രൈസിന് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ആരെടുത്താലും ഇപ്പോൾ ഹോൾസെയിലോ റീറ്റെയിലോ അങ്ങനെയൊന്നും വ്യത്യാസമില്ല. നമ്മൾ 185 തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് കൂടുതൽ സെയിലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് എമൗണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ടാണ് കുറഞ്ഞ റേറ്റിന് തന്നെ ഞാൻ ഇട്ടത്. ഒരു 3 മീറ്ററിന് 185 നല്ല ലാഭമാണെന്നേ പറയാനൊക്കത്തുള്ളൂ. കാരണം നല്ല വിട്ടുള്ളതാണ്, പിന്നെ നല്ല കളറാണ് കേട്ടോ. അതാണ് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ തുണി ഇതേപോലത്തെ നമ്മൾ സാധാരണ അജ്രക്കിൻ്റെ അത് വാങ്ങുമ്പോൾ ഉള്ള കട്ടിയില്ലേ, സെയിം ആ കട്ടി തന്നെയാണ് കേട്ടോ. അത് വ്യത്യാസമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ടോപ്പ് അടിക്കാനാണ് ബെസ്റ്റ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്ര നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. 3 മീറ്ററാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അതിൽ കൂടുതലോ അത് കൂടുതൽ 3 വെച്ചിട്ടാണ്. അതായത് 2 വേണമെങ്കിൽ 6 മീറ്റർ അങ്ങനെയാണേ. അപ്പോൾ 2 പേർക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 മീറ്റർ അങ്ങനെ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 1.5 വെച്ചോ 2 വെച്ചോ അങ്ങനെയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ടോട്ടൽ 12 മീറ്ററാണ് വരുന്നത്. അപ്പോൾ 3 വെച്ച് മുറിച്ചാലേ അത് കറക്റ്റായിട്ട് വരൂ. ഇല്ലെങ്കിൽ പിന്നെ 1 മീറ്ററൊക്കെ നമുക്ക് മിച്ചം വരും. പിന്നെ 1.5 മീറ്റർ അങ്ങനെ ആകുമ്പോൾ അത് ആരും എടുക്കില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ 3 മീറ്റർ തന്നെ വാങ്ങാൻ പറയുന്നത്. 36 ഇഞ്ച് വീതി ആയതുകൊണ്ട് ചുരിദാർ തയ്ക്കുവാണെങ്കിൽ, ഇപ്പോൾ ടോപ്പ് തയ്ക്കുവാണെങ്കിൽ നമുക്ക് ലെങ്ത്ത് കിട്ടിയിട്ട് പിന്നെ സ്ലീവിന് നമ്മൾ വേണം എങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ തയ്ക്കാൻ എടുക്കൂ. സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ചിലപ്പോൾ തികയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് 3 മീറ്റർ തന്നെ വാങ്ങാൻ പറയുന്നത്. പിന്നെ നൈറ്റിക്കാണെങ്കിലും നമുക്ക് 3 മീറ്റർ തന്നെ വേണമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ നേവി ബ്ലൂ ആണ് കാണിച്ചത്. ഇത് നല്ല മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. നല്ല കളറാണ്. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്താണ് കേട്ടോ. എടുത്തു പോയതാണ്, കാരണം അത്രയ്ക്കും ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പുതിയതായിട്ടൊന്ന് കാണിക്കുകയും ചെയ്യാമല്ലോ എന്ന് കരുതി എടുത്താണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൊണ്ടുവരാമല്ലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, അകവും പുറമുള്ള നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ്. അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു തവണയെങ്കിലും വാങ്ങിച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാമല്ലോ എത്രത്തോളം നല്ലതാണ്, ക്വാളിറ്റി ഉണ്ട്, കളറൊന്നും പോകത്തില്ല, അതൊന്നും പേടിക്കേണ്ട. നല്ല മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതിൻ്റെ 3 കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. റെഡ് ഉണ്ട്, മെറൂൺ ഉണ്ട്, പിന്നെ നേവി ബ്ലൂ ഉണ്ട്. അപ്പോൾ കൂടുതൽ സെയിൽ ആവുകയാണെങ്കിൽ നമ്മളിതിൻ്റെ പല വെറൈറ്റീസ് കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾ നേരത്തെ ഇത് വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തവണ പോയപ്പോഴാണ് ഇത് കണ്ടത് ആദ്യമായിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ എടുത്തതാണ്. അടുത്ത ഇതിൻ്റെ റെഡാണ് വരുന്നത്. റെഡും നല്ല കിടിലൻ കളറാണ് കേട്ടോ. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് റെഡ് നമുക്ക് വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുക്കുമ്പോൾ 3 പീസ് തന്നെ കളർ എടുക്കണമെന്ന് അവർ പറയുക. അപ്പോൾ അതുകൊണ്ടാണ് 3 എണ്ണം തന്നെ നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് ഒരു പച്ച പോലാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. എല്ലാം വ്യത്യസ്തമായിട്ടുള്ളതാണ് കേട്ടോ. പച്ചയല്ല, നീല പോലുള്ളത്. അങ്ങനെ വ്യത്യാസമൊന്നും അത് എടുത്തറിയത്തില്ല, പക്ഷെ ഭംഗിയാണ്. നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അപ്പോൾ 3 കളറാണ് ഇതിനകത്ത് വരുന്നത്. ഇഷ്ടമുള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യുക. ഇപ്പം ചിലർക്ക് 3 കളറാണ് വേണ്ടെങ്കിൽ 3 കളറും എടുക്കാം. പിന്നെ 3 മീറ്റർ തന്നെ എടുക്കണമെന്ന് മാത്രമേ നമ്മൾ നിർബന്ധം പറയുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഒരു കളർ തന്നെ 6 മീറ്റർ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ എങ്ങനെയാണോ ഇഷ്ടമുള്ളത് ആ രീതിയിൽ നിങ്ങൾക്ക് പറയാം. പിന്നെ ഇതിന് പോസ്റ്റൽ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ. ഇത് നമുക്ക് പോസ്റ്റൽ ചാർജ് ഫ്രീ ഒന്നുമില്ല, അതും വരുന്നതായിരിക്കും. സാധാരണ നൈറ്റി എടുക്കുമ്പോൾ എങ്ങനെയാണോ വരുന്നത് സെയിം ചാർജ് തന്നെ ആയിരിക്കും ഇതിനും വരുന്നത്. അടുത്ത വരുന്ന DCMൻ്റെ 290. ഇത് നല്ല ഭംഗിയുള്ള കളേഴ്സിൽ വരുന്ന മെറ്റീരിയൽസാണ് കേട്ടോ. നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്രാവശ്യം ചെന്നപ്പോഴാണ് വീണ്ടും സ്റ്റോക്ക് വന്നത്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. അജ്രക്കിൻ്റെ വലിയ ടൈപ്പ് പ്രിൻറ്റ് ഇഷ്ടമില്ലാത്തവർക്കാണ് ഈ ഒരു ടൈപ്പ് നോക്കാവുന്നതാണ്. ഇത് നല്ല ഭംഗിയാണ്. ചെറിയ പ്രിൻ്റാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അടുത്ത് ഇതിൻ്റെ തന്നെ റെഡ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ആഷാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ഡാർക്ക് ആഷ് പോലെ വരുന്ന മെറ്റീരിയലാണ്. ബ്ലാക്ക് ആണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇത് ബ്ലാക്ക് അല്ല, ഡാർക്ക് ആഷാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 കളറ്. പിന്നെ ഇതിൻ്റെ തന്നെ വ്യത്യസ്തമായിട്ട് ചെറിയൊരു ഡിസൈൻ വേറെ വന്നിട്ടുണ്ട്. കാറ്റലോഗിലെല്ലാം ഇതിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ശരിക്കും ഫോട്ടോ കാണാം കേട്ടോ. ക്ലോസർ വ്യൂ നമ്മൾ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊന്നാണ്. ഇത് മെറൂണ് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയാണ്. ടോപ്പൊക്കെ തയ്ച്ചിട്ട അടിപൊളിയാണ്. അതിൻ്റെ തന്നെ നേവി ബ്ലൂ, ഡാർക്ക് നേവി ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക്, അങ്ങനെ രണ്ടും കൂടെ മിക്സ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ചിലർക്കത് നേവി ബ്ലൂ എന്ന് പറയാറുണ്ട്, ചിലർ ബ്ലാക്ക് ആണെന്നും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 കളർ ഷെയ്ഡ്
മറ്റേതിൻ്റെ 3 കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലാക്കാണ് വരുന്നത്, ഇത് ഡാർക്ക് ആഷാണ് വരുന്നത്, പിന്നെ റെഡ് മെറൂണ് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ അത് ടിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് തന്നെ അയക്കണം, മിസ്റ്റേക്ക് പറ്റരുത്. ഇനി അടുത്തത് വന്നിരിക്കുന്നത് ഗൗരവിൻ്റെ കലങ്കാരി മോഡലാണ് കേട്ടോ. നമുക്കിത് പുതിയതായിട്ട് വന്നതാണ്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോന്ന് അറിയത്തില്ല കേട്ടോ, ഞാൻ എടുക്കുമ്പോൾ കണ്ടിട്ടില്ല. ഇപ്രാവശ്യം എന്തായാലും നമുക്ക് കിട്ടി. ഒരുപാട് നല്ല ഭംഗിയാണ്, പറഞ്ഞാൽ തീരില്ല, അത്ര നല്ല ഭംഗിയും നല്ല കളേഴ്സുമാണ്. ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. പക്ഷേ നമുക്കിത് ഒരു പാക്കറ്റ് കൂടെ എടുക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ല കേട്ടോ, ലാസ്റ്റ് ഒറ്റ പീസും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണെങ്കിലും കൊണ്ടുവരാം. എനിക്ക് തോന്നുന്നു ഇനി മിക്കവാറും അജ്രക്കിൻ്റേത് മാറി കലങ്കാരി ട്രെൻഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഓരോന്നും ഇങ്ങനെ മാറി മാറിയാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് പെയറായിട്ട് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കാരണം അത്ര ഭംഗിയിലാണ് ഇതിൻ്റെ ആ ഒരു പെയർ വെക്കുമ്പോഴാണ് ഇതിന് നല്ല ഭംഗിയായിട്ട് നെക്കിന്, ഇപ്പോൾ നൈറ്റി ആണെങ്കിൽ തന്നെ നെക്കിന് വർക്ക് ചെയ്യാം. അത്ര ഭംഗിയാണ് ഇതിൻ്റെ കളേഴ്സ് എല്ലാം. അപ്പോൾ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് ഒരു പീസ് ഞാൻ എനിക്ക് തയ്ക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അങ്ങനെ എല്ലാം അങ്ങനെ തയ്ക്കത്തില്ല, ഒരുപാട് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് മാത്രമേ ഞാൻ അങ്ങനെ പീസ് എടുത്ത് വെക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിന്ന് ഒരു കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതാണെന്ന് സെലക്ട് ചെയ്തതെന്ന് പറയുന്നില്ല, അത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ അത് മേടിക്കും. അപ്പോൾ എല്ലാം നല്ല കളേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ അടുക്കി വെക്കാം, എന്നിട്ട് അതിൻ്റെ കളർ പറയാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ബ്ലാക്കാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ബ്ലാക്ക് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ബേൺഡ് ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ്, പിന്നെ ബ്ലൂ വന്നിട്ടുണ്ട്, പിന്നെ മെറൂണ്, പിന്നെ ഡാർക്ക് ഗ്രീന്. അത്രയും ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വേണ്ടവർ ഓർഡർ ചെയ്യുക. സ്റ്റോക്ക് തീർന്നു പോയാലും വിഷമിക്കേണ്ട, നമുക്ക് ഇനിയും കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് 172 അപ്പോൾ ഞാൻ കളർ പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ അത് അനുസരിച്ചിട്ട് വാങ്ങിയാൽ മതി. ഹോൾസെയിൽ പ്രൈസ് 172, റീറ്റെയിൽ പ്രൈസ് 182 ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം. മൊത്തം വേണ്ടവർ മൊത്തം വേണമെന്ന് തന്നെ ആദ്യമേ പറഞ്ഞിരിക്കണം, പിന്നീട് നമുക്ക് കിട്ടത്തില്ല. അടുത്ത നമ്മൾ റിംസിം എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്, സൂപ്പർ മെറ്റീരിയലാണ് കേട്ടോ. ഇത് എടുത്തപ്പോൾ ലാസ്റ്റ് അവിടെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ട് പിന്നെ രണ്ടാമത് പോയി എടുത്താണ് കേട്ടോ. ഇതിൻ്റെ അകവും പുറമൊക്കെയുള്ള നല്ല മെറ്റീരിയലാണ്. വലിയ റേറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. 168 ഹോൾസെയിൽ പ്രൈസ് വരുന്നത്. റീറ്റെയിൽ പ്രൈസ് 178 വരുന്നത്. കളറൊന്നും പോവില്ല, നല്ല മെറ്റീരിയലാണ്. നമ്മുടെ കളറൊന്നും പോകുന്ന മെറ്റീരിയൽസ് അല്ല കേട്ടോ. ഏത് മെറ്റീരിയൽസ് എടുത്താലും നല്ല പക്ക അടിപൊളി മെറ്റീരിയൽസാണ്, അത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആദ്യം മെറൂണാണ്, പിന്നെ വന്നത് കോഫി ബ്രൗൺ ആണ്, പിന്നെ നേവി ബ്ലൂ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ബ്ലാക്ക്, മെറൂണ്, നേവി ബ്ലൂ, പിന്നെ ഇത് കോഫി ബ്രൗൺ. അങ്ങനെ 4 കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, ടോപ്പൊക്കെ തയ്ക്കാൻ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ലൈനിങ് വെക്കണമെന്നൊന്നുമില്ല, നല്ല അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്. അടുത്ത് വന്നിരിക്കുന്ന ഒരു ക്രിസ്മസ് കളക്ഷന് വേണ്ടി ഞാൻ എടുത്തന്നേ ഉള്ളൂ കേട്ടോ. നല്ല റെഡ് കണ്ടുകൊണ്ട്, ഇത് കണ്ണടിച്ച് പോകുന്ന അത്രയും റെഡൊന്നും അല്ല കേട്ടോ. ഇതിപ്പോൾ വെട്ടത്തിൻ്റെ ഇതുകൊണ്ടാണ്, നോർമൽ റെഡാണ് വന്നിരിക്കുന്നത്. അതിങ്ങനെ സൂര്യപ്രകാശം ഇങ്ങോട്ട് അടിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ വന്നിരിക്കുന്ന വർക്ക് നോക്കിയാൽ അത് നല്ല ഭംഗിയാണ്. നമ്മളിത് തയ്ച്ച് കഴിയുമ്പോൾ സ്ലീവിൻ്റെ എൻഡിൽ നമുക്ക് ടോപ്പായിട്ട് തയ്ക്കുമ്പോൾ വരുത്താവുന്നതാണ്. 3/4 സ്ലീവ് വയ്ക്കത്തില്ലേ, അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നടുക്ക് ഇങ്ങനെ ഒരു പ്ലെയിനായിട്ടും 2 സൈഡിലുമാണ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ സ്ലീവ് ഇവിടുന്ന് കിട്ടുമ്പോൾ അത് നല്ലതായിരിക്കും കേട്ടോ. നല്ലൊരു ഭംഗിയുള്ള ടോപ്പ് തയ്ക്കാൻ പറ്റുന്ന മെറ്റീരിയലാണ്. അപ്പോൾ റെഡ് വന്നിട്ടുണ്ട്, നേവി ബ്ലൂ വന്നിട്ടുണ്ട്. റെഡിൽ ബ്ലാക്ക് ഡിസൈനും നേവി ബ്ലൂവിൽ റെഡ് ഡിസൈനുമാണ് വന്നിരിക്കുന്നത്. രണ്ടും നല്ല ഭംഗിയാണ് കാണാനായിട്ട്, നല്ല കളേഴ്സുമാണ്. ഇതുപോലെ നടുക്ക് ആ ഒരു ഡിസൈൻ വരും, 2 സൈഡിലായിട്ടാണ് മറ്റേ ഡിസൈൻസ് വരുന്നത്. പിന്നെ സ്ലീവിൻ്റെ എൻഡിലും നമുക്ക് വെക്കാവുന്നതാണ്. 2 കളറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 157 രൂപയാണ്. റീറ്റെയിൽ പ്രൈസ് 167 രൂപയായിരിക്കും വരുന്നത്. അപ്പോൾ വേണ്ടവർ നോക്കിയിരിക്കരുത്, വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. പിന്നെ 15 മിനിറ്റ് ടൈമാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് തരുന്നത്. എന്തായാലും വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്യുമല്ലോ. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ, നമ്മൾ ഗൂഗിൾ പേ ചെയ്തിട്ടാണ് അയക്കുന്നത്. അടുത്തത് ഷോൾ മെറ്റീരിയലാണ്. ഒരുപാട് നാളായി നമ്മൾ ഷോൾ മെറ്റീരിയൽ കൊണ്ടുവന്നിട്ട് ഇപ്രാവശ്യം ആണ് ഓർത്തതും. പിന്നെ ഞാൻ ഓർത്തു നല്ല ഭംഗിയുള്ളത് കാണുവാണെങ്കിൽ എടുക്കാമെന്ന് കരുതിയാണ് ഇത്രയും നാൾ എടുക്കാഞ്ഞത്. ഇപ്രാവശ്യം ചെന്നപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെടുത്തതാണ്. അപ്പോൾ നടുക്ക് ഇതുപോലത്തെ ഡിസൈനാണ് വരുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ്. ചിലർ വാങ്ങിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷേ വാങ്ങിച്ചിട്ടില്ല, ഒരു തവണ നിങ്ങൾ വാങ്ങിച്ച് നോക്കുക, നല്ല മെറ്റീരിയലാണ്. ഇത് ടോപ്പിൻ്റെയാണ്. അപ്പോൾ ഇത് നടുക്ക് ഇങ്ങനെ ഡിസൈൻ വരും, 2 സൈഡിലും ഇതുപോലെ ഇങ്ങനെ ചെറിയത് ഫുൾ പ്രിൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഡിസൈനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും എടുത്തില്ല.
വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇടുമ്പോൾ ഭംഗിയുള്ളത് മതിയല്ലോ. അപ്പോൾ സ്ലീവ് ഇതായി ഈ ഒരു ഭാഗത്തുനിന്ന് നമുക്ക് 3/4 സ്ലീവ് കിട്ടും. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇത് വരും. മനസ്സിലായോ? ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ ഒരു ഫോൾഡഡ് സൈഡാണല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 3/4 എടുക്കുമ്പോൾ തിരിച്ചോ മറിച്ചോ നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ കൈയുടെ എൻഡിൽ ഇങ്ങനെ വരുന്നത് നല്ല ഭംഗിയായിരിക്കും. നല്ല കളേഴ്സാണ്, എല്ലാം അടിപൊളി നല്ല കളറിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് 290 പിന്നെ ഷോൾ വരുന്നത് 2 മീറ്ററുമാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഷോളാണ്. കണ്ടല്ലോ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ നിവർത്തുന്നില്ല, ഒരെണ്ണം മാത്രം ഞാൻ ഫുള്ളായിട്ട് നിവർത്തിയാണ് കേട്ടോ. കാരണം ഇത് മടക്കി വെക്കാനുള്ള പ്രയാസം നമുക്ക് ഏറ്റവും വിഷമമേറിയ ഒരു കാര്യമാണ്. ഓരോന്നും നിവർത്താൽ എല്ലാം ഇതുപോലെ നമുക്ക് മടക്കി വെക്കണ്ടേ. അപ്പോൾ അടുത്തത് നമുക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നേവി ബ്ലൂ ആണ് കാണിച്ചത്, പിന്നെ കോഫി ബ്രൗൺ ആണ് വന്നിരിക്കുന്നത്. ഒരു ചെറിയ മഴക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചെറിയൊരു ഡള്ളായിട്ടിരിക്കുന്ന വീഡിയോ. പിന്നെ റെഡ് വന്നിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഇതൊരു ആഷിൽ ഒരു ലൈറ്റ് നീല കൊടുത്താൽ എങ്ങനെ ഇരിക്കും അതേപോലെയുള്ളൊരു വ്യത്യസ്ത കളറാണ് കേട്ടോ. ഇച്ചിരി ഏജ്ഡ് ആയിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഒനിയൻ പിങ്ക് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഒരു ഒലീവ് ഗ്രീൻ കളറാണ്. പിന്നെ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ്. അപ്പോൾ അത് എനിക്കൊരു ഡൗട്ട് കേട്ടോ, ബ്ലാക്ക് ആണോ നേവി ബ്ലൂ ആണോ? നേവി ബ്ലൂ ആണ്. നമുക്ക് ഈ വെട്ടം അടിക്കുമ്പോഴുണ്ടല്ലോ ബ്ലാക്ക് ആയിട്ടാണ് മിക്കപ്പോഴും തോന്നിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ശരിക്കും നോക്കുന്നത്. ഇത് ഒരു ലൈറ്റ് ബിസ്ക്കറ്റ് ഷെയ്ഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതുപോലത്തെ. പിന്നെ മെഹന്തി വന്നിട്ടുണ്ട്. പിന്നെ ഒരു ബേൺഡ് ഓറഞ്ച് എന്നൊക്കെ പറയാവുന്ന ഒരു കളറുമാണിത്. നല്ല ഭംഗിയുള്ള മെറ്റീരിയൽസാണ്, ഒന്നും മോശമില്ല, എല്ലാം ഒന്നിനൊന്നിന് മികച്ച്. ഇതിൻ്റെ ഡിസൈൻസ് എല്ലാം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ഇതാ ഷോളൊക്കെ കണ്ടില്ലേ, സെയിം കളർ തന്നെയാണ് വരുന്നത് ഷോള്. അപ്പം ഇനി നമുക്ക് ഓരോന്നായിട്ട് ഞാൻ അടുക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബേൺഡ് ഓറഞ്ചാണ്. പിന്നെ മെഹന്തിയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ബിസ്ക്കറ്റ് ഷെയ്ഡ് പോലെ വരുന്നുണ്ട്. പിന്നെ നേവി ബ്ലൂ, പിന്നെ ലൈറ്റ് ഒരു ഒലീവ് ഗ്രീനാണ് വരുന്നത്. പിന്നെ ഒനിയൻ പിങ്ക്, റെഡ്, പിന്നെ ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട്, കോഫി ബ്രൗണ്, പിന്നെ ബ്ലൂ. അങ്ങനെ ഇത്രയും ഷെയ്ഡ്സാണ് വരുന്നത്. അപ്പോൾ ഇത് ഇഷ്ടമുള്ളത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തന്നെ അയക്കണം, മിസ്റ്റേക്ക് വരരുത്. ഇങ്ങനെ ചുമ്മാ ചിലർ ഫോട്ടോ ഇടും, അപ്പോൾ അങ്ങനെ ഒക്കെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അടുത്തത് വന്നിരിക്കുന്നത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ മെറ്റീരിയലാണ്. 320 നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 3 കളർ ഷെയ്ഡാണ്, ബ്ലാക്ക്, നേവി ബ്ലൂ, റെഡ്. പിന്നെ അതിൻ്റെ തന്നെ വേറൊരു ഡിസൈനും കൂടെ ഉണ്ട്. ഈ 2 എണ്ണമാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചുകൂടെ എടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇത്രയും എടുത്തു വന്നപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എമൗണ്ട് ഒത്തിരിയായി. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് എടുക്കാമെന്ന് കരുതി. പിന്നെ ഈ പ്രാവശ്യം കളക്ഷൻ ഒരുപാടുണ്ടല്ലോ, നമുക്കിതെല്ലാം കാണിച്ചിട്ട് അജ്രക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അജ്രക്ക് കിട്ടുവാണെങ്കിൽ ഒരു വീഡിയോ ഫുള്ളായിട്ട് അത് മാത്രം ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രൈസും കാര്യങ്ങളും എല്ലാം മുകളിൽ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ നോക്കുക കേട്ടോ. ചിലത് ഞാൻ പറയാനായിട്ട് വിട്ടുപോകും. അതേപോലെ തന്നെ അടുത്തത് ബാട്ടിക്കിൻ്റെയാണ്. ബാട്ടിക്കിൻ്റെ പ്രിൻസുകളൊക്കെ ഒരേപോലെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കരുത്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സായിട്ടും ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പടന്നും ഒക്കെ ഉണ്ട്. അത് ആ ബാട്ടിക്കിൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെയാണ് കേട്ടോ. ചിലതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇവിടെ തന്നെ നിങ്ങൾ നോക്കി അറിയാം, ചില പൂക്കൾക്ക് മങ്ങിയതും ചില പൂക്കൾ ഡാർക്കും അങ്ങനെയൊക്കെ വരും. അങ്ങനെയാണ് ബാട്ടിക്കിൻ്റെ, അത് നിറം മുക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. അടുത്ത് വന്നിരിക്കുന്നത് ആദ്യം കാണിച്ചൊരു ബേൺഡ് ഓറഞ്ച് കളറാണ്. പിന്നെ കാണിച്ചത് നേവി ബ്ലൂ ആണ്. അടുത്ത് വരുന്നത് ഇത് ഇച്ചിരി പ്രശ്നമാണ് കേട്ടോ. ഇതിൻ്റെ 3 കളർ ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ അത് 3 ഇതേപോലെ തീരെ മോശമായിപ്പോയി. അത് പക്ഷേ അയച്ചു തരാൻ പറ്റത്തില്ല, കാരണം ഇത് അയച്ചാലും ഇത് റിട്ടേൺ വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. കണ്ടോ, അത്ര മോശമായിപ്പോയി. പക്ഷേ അടിപൊളി കളറായിരുന്നു ഫ്രണ്ട്സ്, എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. നമ്മൾ എന്തെങ്കിലും റെഡോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ശരി, അങ്ങ് പോയാലും കുഴപ്പമില്ലെന്ന് പറയാം. പക്ഷേ ഇത്രയും നല്ല കളർ പോയത് ഒരു വിഷമമായിപ്പോയി. അത് കുഴപ്പമില്ല, നമുക്കത് റിട്ടേൺ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത് വന്നിരിക്കുന്നത് ഒരു പീകോക്ക് ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ വന്നിട്ടുണ്ട്. പിന്നെ കോഫി ബ്രൗണും ബ്ലാക്കും ഒരേപോലെയാണ് ഇരിക്കുന്നത്, അത് നിങ്ങൾ ചോദിക്കണം കേട്ടോ. പിന്നെ പർപ്പിൾ ഷെയ്ഡ്, ഗ്രീൻ ഷെയ്ഡ്, ഇത് മെറൂൺ ഷെയ്ഡ്. മെറൂൺ എന്ന് പറയാൻ മെറൂൺ കുഴപ്പമില്ല, ഒരു നല്ല ഒരു ബ്രൗണും കൂടെ ചേർന്ന ഒരു മിക്സ് പോലൊരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കളേഴ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ കോഫി ബ്രൗൺ കണ്ടോ, ഇത് ലാസ്റ്റ് വെച്ചിരിക്കുന്നത് ഞാൻ കോഫി ബ്രൗൺ ആണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേണ്ടവർ ടിക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് അയക്കുക. ഇത് 320 അതുകൊണ്ടാണ് പ്രൈസ് വന്നിരിക്കുന്നത് 198 കേട്ടോ. അപ്പോൾ ഇത് ഫസ്റ്റ് ബേൺഡ് ഓറഞ്ച്, പിന്നെ നേവി ബ്ലൂ, പിന്നെ വന്നിരിക്കുന്നത് ബ്ലൂ, പിന്നെ ബ്ലാക്ക്, പർപ്പിള്, ഗ്രീന്.
അങ്ങനെ ഷെയ്ഡ്സാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഫോട്ടോയിൽ നന്നായിട്ട് കാണാൻ പറ്റും, അത് നോക്കിയാൽ മതി. അടുത്ത വന്നിരിക്കുന്ന അടിപൊളി ഐറ്റമാണ്. എന്ത് കളറാണെന്നറിയാവോ, പറയാതിരിക്കാൻ വയ്യ, അത്ര ഭംഗിയാണിത് നേരിട്ട് കാണാനായിട്ട്. ഡബിൾ ബാട്ടിക്കിൻ്റെ 290 204 പൈസ വരുന്നത്. ബാട്ടിക്കിന് എപ്പോഴും റേറ്റ് കൂടുതലാണ്, അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ അങ്ങ് മടിക്കുന്നത് കേട്ടോ. പക്ഷേ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മളോട് ബാട്ടിക്ക് ചോദിക്കുന്നുണ്ട്, ചിലർക്ക് ബാട്ടിക്ക് തന്നെ വേണമെന്ന് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ കയ്യിൽ എല്ലാ കളക്ഷനും ഇരിക്കട്ടെ എന്ന് കരുതി ഇപ്രാവശ്യം ഞാൻ ഫുള്ളും കൊണ്ടുവന്നത്. ഇത് വരുന്നത് 204, നല്ല ബ്രൗൺ ഷെയ്ഡാണ്. പിന്നെ ഗ്രീൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് ചോദിച്ച് നോക്കുക, ഫോട്ടോ ഇട്ട് നോക്കുക, അവർക്ക് താല്പര്യമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. അതല്ല നിങ്ങളുടെ കയ്യിൽ വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിൽ സെയിൽ ആവുമോ ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ചിലപ്പോൾ റേറ്റ് കൂടുതലാണെങ്കിൽ കസ്റ്റമേഴ്സ് എടുക്കാനായിട്ട് ചാൻസ് കുറവാണ്. ഓരോരുത്തർക്കും പല പല റേറ്റുകളാണ് ഓരോ സ്ഥലത്തുനിന്ന് പറയാറുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുതലാവുമെങ്കിൽ മാത്രം വാങ്ങുക. ചിലർക്ക് നല്ല സെയിൽ കിട്ടുന്നവരുണ്ട്, അപ്പോൾ അവർക്ക് വാങ്ങാം, കുഴപ്പമില്ല. ഏതെടുത്താലും നല്ല സെയിൽ കിട്ടുന്നത്. അത് ഓരോരുത്തരുടെ ലക്ക് അനുസരിച്ചും പിന്നെ ഓരോരുത്തരുടെ നാട്ടുകാരുടെ രീതി അനുസരിച്ചും ഒക്കെയാണ് കേട്ടോ. അടുത്തല്ല ഇതിങ്ങനെ നിരത്തി വയ്ക്കുമ്പോൾ ഇതുപോലത്തെ കളർസാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയാണ് ഓരോ കളറും, അത് എടുത്തു പറയേണ്ടതാണ്. അടുത്ത് വരുന്നത് ഡബിൾ ബാട്ടിക്കിൻ്റെ ഹെവി മോഡലാണ് കേട്ടോ. ഇതും എടുക്കണോ എന്ന് ഞാൻ മനസ്സിലോർത്തു, പക്ഷേ നല്ല ഭംഗിയാണ്, എടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല, അത്രയ്ക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങളെ കാണിക്കണമെന്നുള്ള ആ ആഗ്രഹം, അത് കാരണം ഞാൻ അങ്ങ് എടുത്തു പോയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ഒരു ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. അതിലിങ്ങനെ ഒരു ഗ്രീൻ പോലൊരു പെയിൻറ്റ് പോലെ ഇങ്ങനെ ഡിസൈൻ. അപ്പോൾ ഇതിങ്ങനെ ടോപ്പായിട്ട് തയ്ക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ ഈ ഫ്ലവർ ഡിസൈൻ വരും, സൈഡിൽ നമ്മൾ സ്ലീവിൻ്റെ എൻഡിൽ ആ ഡിസൈനും ഒക്കെ വരുന്നതായിരിക്കും. പിന്നെ നൈറ്റിയാണ് കൂടുതലും ഇത് പോകുന്നത് കേട്ടോ. പിന്നെ ടോപ്പ് തയ്ക്കുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. വണ്ണമുള്ളവർക്കാണെങ്കിൽ ആ സൈഡിലെ ഡിസൈനും കൂടെ കിട്ടും. അപ്പോൾ അടുത്തത് ഇത് ഒരു ഇഷ്ടിക കളർ പോലെ വരുന്നതാണ്. ഇതും നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. എല്ലാം ഒന്നിനൊന്നിനും നല്ലതാണ്. 4 കളർ മാത്രമേ ഇതിലുള്ളൂ, പക്ഷേ ആ 4 കളറും നല്ല അടിപൊളി കളറാണ്. അടുത്തത് ഇത് കണ്ടോ, മാങ്ങാ പിഞ്ച്, കണ്ണടിച്ച് പോകുന്ന കളർ ഒന്നുമല്ല. നിങ്ങൾ വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് മേടിച്ചോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കളേഴ്സ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്കാണെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പണ്ട് ഞാനിതുപോലെ ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് ഒരു മെറ്റീരിയൽ ഞാൻ വാങ്ങിച്ചു. അന്ന് ഹസ്ബൻഡ് പറഞ്ഞാൽ അത് എടുക്കണ്ട, കാരണം അത്രയ്ക്ക് കണ്ണി കുത്തുന്ന ഒരു കളറായിരുന്നു. പക്ഷേ എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഞാൻ എന്തായാലും അത് എടുക്കണമെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ എടുത്തു. ആദ്യമൊന്നും അത് സെയിലാകാതിരുന്നപ്പോൾ ഞാൻ ശരിക്കും ടെൻഷൻ അടിച്ചു, ഇനി ഇത് തിരിച്ച് നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടി വരുമോ എന്ന്. പക്ഷേ അത് പിന്നീട് പെട്ടെന്ന് അങ്ങോട്ട് സെയിലാകുകയും ഒരുപാട് പേര് അത് വീണ്ടും വീണ്ടും ചോദിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏത് കളർ കൊണ്ടുവന്നാലും ഇഷ്ടമുള്ളവർ വാങ്ങും, അത്രയേ ഉള്ളൂ, ഇഷ്ടമില്ലാത്തവർ വാങ്ങണ്ട. അപ്പോൾ ഞാനതുകൊണ്ടാണ് ഇനി മുതൽ കളർഫുൾ മെറ്റീരിയൽസ് മാത്രം എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യത്തേത് മജന്തയാണ് കേട്ടോ. മജന്ത ഇതും തെറ്റിപ്പോകരുത്. ഫസ്റ്റ് മജന്ത, പിന്നീട് വരുന്ന ഇഷ്ടിക കളറ്, പിന്നെ മാങ്ങാ പിഞ്ച്, പിന്നെ ഡാർക്ക് ഓറഞ്ചും ബ്രൗണും കൂടെ ഒരു മിക്സ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. നിങ്ങൾ വാങ്ങിച്ചാൽ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല, അത്ര നല്ല ഭംഗിയുള്ള കളേഴ്സാണ്. ഞാൻ അത്ര നല്ലതാണെങ്കിൽ മാത്രമേ നല്ലതെന്ന് പറയൂ, ഇല്ലെങ്കിൽ ഓക്കെ നല്ല കളേഴ്സാണ് ഇങ്ങനെ പറയത്തുള്ളൂ. അപ്പോൾ കാരണം കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മോശമായിട്ട് തോന്നരുതല്ലോ, അയ്യോ സൗമ്യ പറഞ്ഞു നല്ല കളറാണ്, എന്നിട്ട് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ മോശമായിട്ട് വന്നല്ലോ എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരത്തില്ല. എല്ലാം നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി മെറ്റീരിയൽസാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നൈറ്റി മെറ്റീരിയൽസിൻ്റെ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അത് 10 പേർക്ക് അത് ഉപകാരം ചെയ്യുമെങ്കിൽ അതെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്. ചിലർ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ വരെയും വെറുതെ വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്. എന്തെങ്കിലും തുടങ്ങിയാൽ വിജയിക്കുമോ, അതെപ്പോഴും ആ ഒരു ഡൗട്ടാണ്. നമ്മൾ അങ്ങനെ ഇരുന്നിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇപ്പം ഞാൻ തന്നെ അങ്ങനെ സംശയിച്ച് ഇരുന്നെങ്കിൽ എൻ്റെ ജീവിതം വെറുതെ വീട്ടിൽ ഇരുന്ന് മുരടിച്ച് പോവുകയുള്ളൂ. എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും ഉണ്ട്, നമുക്കവരെ നോക്കണം. നമ്മുടെ ജീവിതം അതാണ് മാത്രം വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. നമുക്ക് നേടാനുള്ള പലതും നമുക്ക് ജീവിതത്തിൽ നേടാൻ കഴിയാതെ പോകും. അപ്പോൾ അതൊക്കെ നേടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ. നമ്മുടെ കയ്യിൽ സ്വന്തമായിട്ടൊരു 10 രൂപ എടുക്കാനുണ്ടെങ്കിൽ അത് നമുക്കൊരു അന്തസ്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ അറിയിക്കുക. അപ്പോൾ താങ്ക് യു, ബൈ.